ഇതാ ഈ കാണുന്ന ഷെയ്ഖുണ്ട്, നിൽക്കുന്ന ഷെയ്ഖ് കണ്ട ലോകത്തിൻ്റെ ഫിത്തനൻ്റെ ഷെയ്ഖാണ്. ആ ഷെയ്ഖ് ഇന്ന് വളരെ ഉഷാറാണ്. മക്കളെ ഇബ്ലീസ് ജയിച്ച കാലാണ് കേട്ടോ, നമ്മൾ പരാജയപ്പെട്ട കാലാണ്. ആ ഇബ്ലീസ് എഴുതിയത് തന്നെ ഇബ്ലീസാൽ ഇറക്കപ്പെട്ട സാധനമാണ് ഇത് കേട്ടോ. നിങ്ങൾ ആഖിറുസമാന്റെ ഫിത്നയത്തോട്ട് കാവൽ ചോദിക്കുന്ന റസൂൽ നേരത്തെ ഇവിടെ എഴുതി വെച്ചതാണ്. അതോ പറഞ്ഞതാണ് ഇതെല്ലാം സാധനം. ഇപ്പം ഈ ഉദാഹരണം എടുത്ത തങ്ങളോ ഞാനോ അല്ല കത്തീബോ മുദ്രിസോ അല്ലെങ്കിൽ കാളിയാറോ നിന്ന് കുടിച്ച് ബലത്തെ കൈകൊണ്ട് വെള്ളം കുടിച്ചാൽ വിട്ടാൽ ലോകം മുഴുവൻ വിധിക്കനായി. പുറത്ത് തങ്ങൾ കാളിയാറ് ഇടത്തെ കൈകൊണ്ട് നിന്ന് കുടിച്ചു. അതില്ലേ ഫിത്തനക്ക് പറയും വേണം. അത് കേട്ട് ഞമ്മക്ക് ചിരിക്കും. ആ നല്ല റാറ്റാണ്. എന്താ പ്രശ്നം? ഫിത്തനായില്ലേ? ഈ ഓൺലൈൻ എന്തെല്ലാം നടക്കുന്ന മക്കളെ? ഓൺലൈനിലെ ക്ലാസ്സും ഓൺലൈനിലെ സ്ഥലത്തും ഓൺലൈനിലെ എന്തും അതെല്ലാം ഹോബിയാണ്. അതുകൊണ്ട് ഒരു കാര്യങ്ങൾക്കില്ല. കാരണം ടി വി നോക്കൽ ഹറാമാണ്. ആ ടി വിൻ്റെ ഉള്ളിലാണല്ലോ ഇത് വരുന്നത്. നിങ്ങൾ എന്നിട്ട് ഇങ്ങനെ ചിരിക്കുക. കുറേ സ്ഥലത്തല്ല. എന്ത് സ്ഥലത്തങ്ങ് ചെല്ലേണ്ടത്? അതിൻ്റെ ഉള്ളിൽ കൂടി സ്ഥലത്തിട്ട് എന്താ നമുക്ക് കിട്ടുക? ഹറാമിന് നിങ്ങൾ എന്തിനാ ഹലാലാക്കണം? ഹറാമിനെ ഹലാക്കിയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടി എന്താ ഓൺലൈനിൽ ദർശനം നടത്തിയതുകൊണ്ടോ അല്ല സ്ഥലത്ത് വല്ല ഗുണമുണ്ടോ? എന്നാൽ പിന്നെ അള്ളാൻ്റെ റസൂലിക്ക് അത് പറയണ്ടേ? അള്ളാൻ്റെ റസൂൽ എന്തുകൊണ്ട് പറഞ്ഞില്ല? അള്ളാഹു നിരോധിച്ച കാര്യമാണ്, അതുകൊണ്ട് പറയില്ല. ഒരു ഗ്ലാസ് എങ്ങനെ വെള്ളം വില കുടിക്കണം എന്ന് റസൂൽ പറഞ്ഞ റസൂലിന് എന്തുകൊണ്ട് ഇത് പറഞ്ഞൂടാ? പക്ഷെ അതില്ല, അത് ഹറാമാണ്. ഹറാമിൽ എന്താണ് നമ്മൾ ഹലാലാക്കാൻ പോയാൽ ഏത് തങ്ങളല്ല, ഏത് കത്തീബല്ല, ഏത് മദനിയല്ല, ആരായാലും ശരി ശിക്ഷക്കർഹനാണ്. സംശയത്തിന് യാതൊന്നും വേണ്ടതില്ല. നിങ്ങൾക്ക് ഒരു രസമായിരിക്കും അല്ലേ? അള്ളാഹുവിൻ്റെ അടുത്ത് കഠിനമായ ശിക്ഷയാണ് അതിൽ ലഭിക്കുന്നതെന്ന് ചിന്ത നിങ്ങൾക്ക് വേണം. മുഖാമുഖം ദ്വാരന്നിട്ട് തന്നെ ഈ മഹാനവർ മുഖാമുഖം ദ്വാരന്നിട്ട് തന്നെ ഉത്തരം കിട്ടുന്നത്. ഇങ്ങനത്തെ ഓൺലൈനിൽ ഉത്തരം കിട്ടേ? ഓൺലൈനിൽ ഉത്തരം കിട്ടുമോ? എന്നാൽ പിന്നെ അത് മതിയല്ല. പിന്നെ എന്തിനാ അവിടെ പോകുന്നു? മനസ്സിലാക്കണം ചെറുപ്പക്കാർ, എൻ്റെ ഉസ്താദന്മാർ വെറുതെ എന്തെല്ലോ അടിച്ചു വിടലില്ല. നമ്മളെ ബാപ്പില്ലാത്ത വിഷമായി. ബാപ്പുണ്ടെങ്കിൽ ഇവരെല്ലാം മുസണ്ടത് എന്തെല്ലാം ഓളം തെമ്മാരിത്തരമാണ് ചെയ്യുന്നത്. എന്താ മക്കളെ നിങ്ങൾ ഹറാമിൻ്റെ അങ്ങനെ ഉപയോഗിച്ചാൽ അത് ഹലാലാവോ? പിന്നെ എന്തിനാണ് അത് ഹറാമാക്കണം? അതിൽ കൂടി സലാത്തും അതിൽ കൂടി ദിക്റും മതി. എന്നാ പിന്നെ ഒരൻ്റെ ഉള്ളിൽ തന്നെ പിന്നെ അജി ചെയ്തു ഓൺലൈൻ നോക്കിയിട്ട്. വളരെ സൂക്ഷിക്കണം. എൻ്റെ വാപ്പ പറഞ്ഞു, എടോ എന്തെല്ലോ വരുന്ന കാണണം, എന്തെല്ലോ ദുന്യാവിൽ വരുന്ന കാണണം, അതിന് രക്ഷപ്പെടാൻ വഴി നോക്കണം എന്നാ പറഞ്ഞു. പിന്നെ എൻ്റെ അമ്മായി അത് കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോൾ എൻ്റെ കൂടെ അമ്മായി പറഞ്ഞു, മോനെ എന്തെല്ലോ കൂടെ വരുന്നത് കാണുന്നതാണ്, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നോക്കണം. അത് തന്നെയാണ് ഇത്. അത് പറഞ്ഞു വെച്ചില്ല, അപ്പം തന്നെ എല്ലാം ഇവിടെ വന്നിട്ടായി. മനസ്സിലായില്ലേ? നിങ്ങളെല്ലാം രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിനെ പേടി കൽബിൽ വേണം മക്കളെ. ഈമാൻ കൽബിൽ വേണം. ഞാൻ നിങ്ങൾ നിസ്കരിച്ചു കൊണ്ടൊന്നും ഈമാൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഈമാൻ ഒന്ന് വേറെ തന്നെയാണ്. അഞ്ചലമായ വിശ്വാസം അള്ളാഹുവിലേക്ക് വേണം. എല്ലാം റബ്ബിയാണ് ഇവിടെ എല്ലാം. ഇപ്പം ഈ അദാബ് ഇറക്കിയപ്പെട്ടത് ഇവിടെ പറവജാതികളെ കൊണ്ടോ ഇവിടുത്തെ മൃഗങ്ങളെ കൊണ്ട് അല്ല മനുഷ്യൻ ഇറക്കിയതല്ല, അള്ളാഹ് ഇറക്കിയതാബാണേ. ഈ അദാബിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങി തഖ്വ ചെയ്ത് അമൽ ചെയ്ത് എങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ പ്രയാസമാണ്. എല്ലാ വിഭാഗം ജനങ്ങളും അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ ഈ രോഗത്തിന് വഴിയുള്ളൂ. എല്ലാ പള്ളി അടച്ചതുകൊണ്ടോ അല്ല പിന്നെ കോളേജ് അടച്ചതുകൊണ്ടോ റോഡ് അടച്ചതുകൊണ്ടോ ഇതിന് പരിഹാരമല്ല. അങ്ങനെ ഒരു പരിഹാരം ഇവിടെ ഇല്ലതാനും. മനുഷ്യൻ നിർമ്മിതൊരു സാധനം മതിയായിട്ട് കാണുന്നില്ല. ഈ രോഗമുള്ള ഒരു ചികിത്സമാണ്. രോഗമില്ലാത്തവരെ എന്തെങ്കിലും ചികിത്സിക്കണം. വരുന്ന രോഗത്തിന് ചികിത്സിക്കില്ല എന്നുള്ളതാണ് റസൂൽ പറഞ്ഞത്. വന്ന രോഗത്തിന് ചികിത്സിക്കുന്നതും വന്ന രോഗം തന്നെ ചികിത്സിച്ചിട്ട് മാറുന്നില്ല. വരുന്ന രോഗത്തിന് പക്ഷെ അതിനെല്ലാം മരുന്ന് വിടണ്ട്. അള്ളാഹുവിൻ്റെ മരുന്ന് വിടേണ്ട ഖുർആനും ദിക്റും സലാത്തും ഇത് ചൊല്ലിയ ഏത് രോഗവും മാറും. പക്ഷെ അതിനുള്ള ഈമാൻ കൽബിലുണ്ടാവണം. അതാണ് അവിടെ ജനിച്ചാൽ എപ്പോഴും മരിക്കും. അത് ഏത് സമയത്തും മരിക്കും. അതിനാർക്കും ശുപാർശയൊന്നുമില്ല, അതിനാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ പ്രത്യേകങ്ങളോട് പറയാണ്, അള്ളാഹുവിൻ്റെ ദീൻ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് മുറുകെ പിടിച്ചുകൊള്ളാം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇല്ല സയ്യിദന്മാരും പണ്ഡിതന്മാർ ചീത്ത പറയുന്നതിന് പിന്നാലെ അങ്ങ് പോക്കല്ല. അത് എത്ര വലിയ പണ്ഡിതനായാലും അങ്ങ് ഒഴിവാക്കിക്കൊള്ളണം. അതാണ് എത്ര വലിയ സയ്യിദായാലും അതിനെ ഒഴിവാക്കിക്കൊള്ളണം. എന്തിനതിന് പിന്നിൽ പോകണം?
എന്തിനതിൻ്റെ പിന്നിൽ പോകണം? അറിയാം, ഞാനും കേൾക്കുന്നു നിങ്ങൾ എൻ്റെ പിന്നിൽ പോകണം, എന്തിന് നമ്മൾ നരകം കാണണം? മക്കളെ, ഒരു നിമിഷേ അള്ളാഹ്ക്ക് വേണ്ടു കേട്ടോ. ഇപ്പം ഇങ്ങനെ ഖബറിൽ എന്താണ് പാമ്പ് നേരത്തെ പറഞ്ഞത് എന്നല്ലോ റസൂൽ. എന്നോട് പറയാനുള്ളത്, നിങ്ങൾ ഓൺലൈനിൽ വന്നാലേ വാട്ട്സപ്പിൽ വന്നാലില്ലെങ്കിൽ ഇവിടെ റസൂൽ നേരത്തെ പറഞ്ഞ് ഖബർ എന്താണ് തീയാലും പുകയാലും അതുപോലെ തന്നെ പാമ്പും എല്ലാം തേളും എല്ലാം ഉണ്ടാവും എന്ന് പറഞ്ഞതാ. ഇനി അത് കണ്ടിട്ട് അത് അങ്ങനെ ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മനസ്സിലായില്ലേ? കണ്ടില്ലേ? പിന്നെ 2000-3000 ഖബർ എന്താണ് JCB കൊണ്ട് നിരക്കി പിടിച്ച് ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ 3 കഷ്ണം തുണിയിൽ ഒരു മനുഷ്യനാ കണ്ടത്. അതൊരു പണ്ഡിതനൊന്നുമല്ല. എത്ര പണ്ഡിതന്മാർ ആ ഖബറിലുണ്ട്, എത്ര ശഹീദന്മാർ അവിടെ ഉണ്ട്, എത്ര ആൾക്കാരുണ്ട്. ഒരു ഖബർ മാത്രമാണ് 3 കഷ്ണം തുണി കൊണ്ടത്. ബാക്കിയൊക്കെ എല്ലാം എല്ലുവരെ എന്താ ദ്രവിച്ചെന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങൾ പിന്നെ എവിടെ മക്കളെ ഞാൻ നിങ്ങൾ രക്ഷപ്പെടാൻ? എവിടെ രക്ഷപ്പെടാനാ? എല്ലാ ആരോഗ്യം അള്ള തന്നതാണ്. ഇളി ഉമ്മപ്പത് അന്നൊന്നല്ല. അള്ളാഹുവിൻ്റെ ഭക്ഷണം, അള്ളാഹുവിൻ്റെ വെള്ളം, അള്ളാഹുവിൻ്റെ ആരോഗ്യം എല്ലാം റബ്ബിൻ്റെതാണ്, നമ്മളതല്ല. നമ്മളിത് പറയാൻ ഒന്നുമില്ല മക്കളെ. നമ്മൾ സീറോവാണ്, നമ്മൾ ശൂന്യമാണ്. മനസ്സിലായില്ലേ? കണ്ടില്ലേ ഒരു ചെറുപ്പക്കാരൻ കിടന്നുറങ്ങിയതല്ലേ? സുബൈ നോക്കുമ്പോൾ എന്താണ് അദ്ദേഹം എണീച്ച് കാലത്തേക്ക് മൂത്രം സ്റ്റോപ്പാണ്. പോയില്ലേ? ആരോഗ്യം തിരിച്ചു പിടിച്ചില്ല. ഇപ്പം എവിടെ പോയി നിങ്ങളെ കൊച്ചി? കൊച്ചി നടക്കുന്നവരുണ്ടല്ലേ, എവിടെ പോയി നിങ്ങളെ കൊച്ചി? എവിടെ പോയി നിങ്ങൾ ആരോഗ്യം? പോയില്ലേ? എല്ലാം നശിക്കില്ലേ? ഇപ്പം ഞാൻ നിങ്ങൾ നല്ല ഭക്ഷണമല്ല ഇപ്പോൾ കഴിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഈ ഉറൂസിന് നല്ല ചോറിന് ഇപ്പം എന്ത് തിരക്കുണ്ടാവില്ലേ ഇവിടെ? ഉണ്ടാവും. തിരക്കുണ്ടാവൂലേ? ഉണ്ടാവും. ആ ചോറിന് കൊണ്ടാണല്ലോ ഇപ്പൊ തിരക്ക്. എന്നാൽ മക്കളെ, ഖബറുകളെ പോലെ ഉണ്ട്. ഖബറിൽ നമ്മളെ ശരീരം നിന്നാൽ അവിടെ മനസ്സിലോട്ടാം. അവിടെ പാമ്പുകളും തേളുകളും ഉറുമ്പുകളും നമ്മളും എന്താണ് ഞാനും നിങ്ങൾ ഈ ദുനിയാവുള്ള സമയത്ത് അള്ളാഹുവിൻ്റെ നല്ല ഭക്ഷണമാണല്ലോ ഞാൻ നിങ്ങൾ കഴിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റഹ്മത്തായ ഭക്ഷണം, റഹ്മത്തായ വെള്ളം, റഹ്മത്തായ ആരോഗ്യം എല്ലാം റബ്ബിൻ്റെതാണ്. നമ്മളതെല്ലാം മക്കളെ. ആ വെള്ളം അല്ല എന്താണ് എന്തെല്ലാം വിഭവങ്ങളാണ് ഞാൻ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് മന്തി, ഒരു ഭാഗത്ത് കുഴിമന്തി, ഒരു ഭാഗത്ത് മന്ദൻ, എന്തെല്ലാമാണ് ഞാൻ നിങ്ങൾ കഴിച്ച് നല്ല ശരീര പുഷ്ടിയോട് കൂടി പോകുന്നിടത്തേക്കാം. ഞാൻ നിങ്ങൾ ഉണ്ടാക്കിയ കൊട്ടാരത്തിലല്ല മക്കളെ, ഉറുമ്പിൻ്റെ മാളത്തിലേക്കാ, പാമ്പിൻ്റെ മാളത്തിലേക്കാ പോകുന്നത്. അവിടെ മത്സരമാണ്. നമ്മളെ ശരി ഇങ്ങന്ന് കുറേ മനസ്സിലാക്കിയില്ല. ചോറിനെലത്തിക്കും തിരക്കും ആക്കിയിട്ട് കുറേ ആൾ അങ്ങോട്ട് മരിച്ചു, കുറേ ആൾ അങ്ങോട്ട് മരിച്ചു അല്ലേ? എന്നാൽ അവിടെയാണ് അതേപോലെ. ഇവിടെ എങ്ങനെയാ? അതേപോലെ അവിടെ ഖബർ മത്സര. നമ്മളെ ശരീരം തിന്നാലേ നമ്മളിൽ നിന്ന് കുറേ തിന്നല്ലോ. അള്ളാന്റെ റിസ്ക് തിന്നിട്ട് അങ്ങനെ പറഞ്ഞതല്ലേ. ഔലിയാക്കന്മാർ എന്ത്, തങ്ങ എന്ത്, ജമാഅത്ത് എന്ത് ജമാഅത്തൊന്നുമില്ല, തങ്ങമില്ല, ഒന്നുമില്ല അല്ലേ? മക്കളെ വിടുകയില്ല, ഒരൊറ്റ ഒരുത്തരെയും വിടില്ല. പറയുന്നത് അങ്ങനെയും വിടില്ല. നിങ്ങൾക്ക് എന്താ പേടി? സൂക്ഷിക്കണം കേട്ടോ. അള്ളാഹുവിൻ്റെ ദീനോട് കളിക്കരുത് ചെറുപ്പക്കാർ. എൻ്റെ ഉസ്താദന്മാർ, എൻ്റെ വയസ്സുള്ളവർ വളരെ സൂക്ഷിക്കണം. എൻ്റെ ഉമ്മുങ്ങന്മാർ വളരെ സൂക്ഷിക്കണം. അള്ളാഹുവിൻ്റെ ദീൻ അന്നേക്കുള്ളതാ. ഇത് ഹോബിക്കുള്ളതല്ല, രസത്തിനുള്ളതല്ല, സ്വർഗം കാണാനുള്ളതാ. ആ ചെറുപ്പക്കാരൻ കടന്നു പറഞ്ഞ് സുബൈ നോക്കുമ്പോൾ മൂത്രം ബന്ധാണ്. പോയില്ല, ആരോഗ്യം പോയില്ല. എൻ്റെ ഇങ്ങനെ കുശി തീർന്നില്ല. മക്കളെ, ആരോഗ്യം എന്താണ്? അള്ളാഹു നമുക്ക് ഭക്ഷണം തന്നു, അൽഹംദുലില്ലാ. പ്രാഥമിക കാര്യം കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ എന്ന് പറയണ്ടേ മക്കളെ? എന്താ ഏടെ പറയാലോ? എന്ത് പറയാൻ? എന്ത് പറയാനാ? പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു നാവിന് ഈമാൻ വരണ്ടേ? അത് വരൂല മക്കളെ, വരകാൻ പ്രയാസമില്ല. കാരണം നമ്മളെ കൽബ് ഇളച്ചാണ്, നമ്മളെ കൽബ് കറുപ്പ് പിടിച്ചിട്ടാണുള്ളത്. അതിന് ശുദ്ധീകരിക്കണം. കുറേ ഇവിടെ പറയുന്നുണ്ട്. മനുഷ്യൻ നിർമ്മിത അതൊന്നും സാധനം പറ്റൂല. അത് മനുഷ്യൻ നിർമ്മിത ഒരു യന്ത്രവും പറ്റൂല. അത് മതിയാവുകയില്ല. അള്ളാഹു കാണിച്ച വഴി, റസൂല് കാണിച്ച വഴി, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ കാണിച്ച വഴിയിലേക്ക് തന്നെ പോകണം. നാവ് വളരെ സൂക്ഷിച്ചു കൊള്ളണം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വലിയ രാജാവാണ് നാവ്. ആ നാവ് നശിച്ച അവൻ നശിച്ചു, അവൻ്റെ കുടുംബം നശിച്ചു, അവൻ്റെ നാട് നശിച്ചു. അവൻ്റെ നാവ് നന്നായോ, അവൻ നന്നായി, അവരുടെ കുടുംബം നന്നായി, അവൻ്റെ നാട് നന്നായി.
മക്കളെ എന്താണ് ആ ചെറുപ്പക്കാരൻ ചെയ്തെന്നറിയൂ? സുബഹി നോക്കുമ്പോൾ എന്താണ്, ഉറങ്ങി എണീച്ച് സുബഹി നിസ്കരിക്കാൻ വേണ്ടി ടോയ്ലറ്റിലേക്ക് പോയി ഒതു കൊടുക്കാൻ പോയതാണ്. മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രം പോകുന്നില്ല, മൂത്രം സ്റ്റോപ്പായി. അതിലെ ആരോഗ്യം കഴിഞ്ഞില്ല. എന്തേ നിങ്ങൾ ആരോഗ്യം കഴിഞ്ഞല്ല മക്കളെ?